ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യാനായി എത്തുന്നു. ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണത്തിൽ നിന്ന് വലിയ പ്രാധാന്യമുണ്ട്. പാലക്കാട്ടെ നോട്ട് വിവാദം, വോട്ടിന് നോട്ട് വിവാദം വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യാനെത്തിയ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ നേതാക്കളുടെ, സ്ഥാനാർത്ഥിമാരുടെ, മന്ത്രിമാരുടെ ഒക്കെ വോട്ടിംഗ്, അതുപോലെ തന്നെ സെലിബ്രിറ്റികളുടെ ഒക്കെ വോട്ടിംഗ്. മോഹൻലാലും പൃഥ്വിരാജും ആദ്യത്തെ മണിക്കൂറിൽ തന്നെ വോട്ട് ചെയ്തു. അതുകൊണ്ട് ആരും ഇനി വീട്ടിലിരിക്കേണ്ട, വെയിൽ കനക്കുന്നതിന് മുമ്പ് വന്ന് 9 മണിക്ക് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് മടങ്ങൂ. ജി കൃഷ്ണകുമാർ നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ അഹാന സംസാരിക്കുന്നത്. കുടുംബമായി എത്തിയാണ് അവർ, എപ്പോഴും കുടുംബമായി എത്തിയാണ് വോട്ട് ചെയ്യാറ്. ആ കാഴ്ച എല്ലാ ദിവസവും നമ്മൾ പ്രഭാതത്തിൽ വോട്ടെടുപ്പ് ദിവസം സജീവമായി സമീപകാലത്ത് കാണുന്നതുമാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി, ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നില്ല. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരും ഈ അഹാനയുടെ എത്രാമത്തെയാന്ന് ഓർക്കുന്നില്ല, ഒരുപാട് പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ പുതിയ തലമുറ, ഇപ്പോൾ ജെൻസി വോട്ടുകൾ ഉള്ള വർഷമാണല്ലോ, ജെൻസി വോട്ട് ചെയ്യുന്ന വർഷമാണ്, അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ അവെയറാണ്. കാരണം നമ്മൾ കൊച്ചൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇപ്പം ന്യൂസ്, TV-യിൽ ന്യൂസ് കണ്ടാൽ അല്ലെങ്കിൽ പത്രം വായിച്ചാൽ മാത്രമല്ലേ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റൂ. പക്ഷേ ഇപ്പം ഐ തിങ്ക് താങ്ക്സ് ടു സോഷ്യൽ മീഡിയ എല്ലാവർക്കും കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്, കൂടുതൽ അവെയറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഡിസിഷൻ എടുത്ത് വോട്ട് ചെയ്യാൻ എളുപ്പമാണ്. സോ ഐ തിങ്ക് എവരിബഡി മേക്സ് ദ റൈറ്റ്, ഐ ഹോപ്പ് എവരിബഡി മേക്സ് ദ റൈറ്റ് ഡിസിഷൻ. അഹാനയുടെ പ്രതികരണമാണ്. ഇപ്പോൾ എല്ലാവരും കൂടുതൽ ബോധവാന്മാരാണ്. എല്ലാവർക്കും അറിയാം, സമൂഹ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട്. അങ്ങേറ്റം സന്തോഷമാണ്. സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഏകദേശം 4 പതിറ്റാണ്ടായിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉള്ളൂ, അതായത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയിൽ പരമാവധി സീറ്റുകൾ നേടുമെന്നാണ് വിശ്വാസം. അവസാനം പാലക്കാടൊക്കെ ഒരു വിവാദമൊക്കെ വന്നു ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടൊക്കെ. അതെ കാണുന്നുണ്ടായിരുന്നു. മറ്റു മണ്ഡലങ്ങളെയും കൂടെ ബാധിക്കുമോ? അല്ല, വിവാദങ്ങൾ എപ്പോഴും ഇലക്ഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് ഈ വിവാദം ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ ഇതെല്ലാം ഇനി തെളിയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോലീസായാലും ഇലക്ഷൻ കമ്മീഷനൊക്കെ നടപടി എടുത്തിട്ടുണ്ട്.